ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തി ഇന്ന് തമിഴിലെ മുൻനിര നായകനായി മാറിയ താരമാണ് ശിവകാർത്തികേയൻ. വലുതായി സ്വപ്നം കാണൂ, പോസിറ്റീവായിരിക്കൂ, നന്നായി കഷ്ടപ്പെടൂ, ആ യാത്ര ആസ്വദിക്കൂ, ഒരു ബോളിവുഡ് സ്റ്റൈൽ. പിന്തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയോടൊപ്പം ശിവകാർത്തികേയൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകളാണിത്. അത് പറയാൻ ഏറ്റവും അധികം യോഗ്യതയുള്ളയാൾ ശിവകാർത്തികേയൻ തന്നെയാണ്. തെല്ലൊരു അഹങ്കാരത്തോടെ ഇത് പറയുന്നതിൽ ഒട്ടും തെറ്റില്ല എന്നാണ് ആരാധകർ പറയുന്നത്. കളിച്ചും ചിരിച്ചും ടെലിവിഷൻ അവതാരകനായി വന്ന് ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയം തുടങ്ങിയ ശിവകാർത്തികേയന്റെ കരിയറിൽ സംഭവിച്ചതെല്ലാം കാണുന്നവർക്ക് ഒരു അത്ഭുതമായി തോന്നാമെങ്കിലും അതിനു പിന്നിൽ ആ നടന്റെ കഷ്ടപ്പാടും ആത്മവിശ്വാസവുമുണ്ട്. ശാരീരികമായി ശിവകാർത്തികേയന് വന്ന മാറ്റത്തെക്കുറിച്ചും പോസ്റ്റിന് താഴെ സംസാരിക്കുന്നുണ്ട്. ഫിറ്റായ ജിം ബോഡിയോട് കൂടിയാണ് ചിത്രത്തിൽ ശിവകാർത്തികേയനെ കാണുന്നത്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന SK21 വേണ്ടി കട്ടപ്പ് ഫോമിൽ വർക്കൗട്ട് ചെയ്യുന്ന നടൻ ശിവകാർത്തികേയന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഫെബ്രുവരി 16 ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. ബിഗ് ബജറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഇന്ത്യൻ ആർമിയുടെ പശ്ചാത്തലത്തിലുള്ള കഥയാണ് പറയുന്നതെന്നും റിപ്പോർട്ടുണ്ട്. പട്ടാളക്കാരനായി എത്തുന്ന ശിവകാർത്തികേയന്റെ കിടിലൻ ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിൽ കാണാം. നീണ്ട നാളത്തെ ആക്ഷൻ പരിശീലനം ഈ ചിത്രത്തിനായി നടൻ നടത്തിയിരുന്നു. രാജ് കമൽ ഫിലിംസിന്റെ ബാനറിൽ കമൽഹാസനാണ് ചിത്രം നിർമ്മിക്കുന്നത്. രംഗൂൺ എന്ന ചിത്രത്തിന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന ഹൈ ആക്ഷൻ സിനിമയാണ് SK21. തന്റെ 21ാമത്തെ ചിത്രത്തിന് വേണ്ടിയുള്ള ഗെറ്റപ്പാണ് ശിവകാർത്തികേയന്റേത്. നേരത്തെ അവതാരകനായിരുന്ന കാലത്ത് സ്വന്തം ശരീരത്തെ ട്രോളി ആളുകളെ ചിരിപ്പിച്ച ആളാണ് ശിവകാർത്തികേയൻ. ഇന്ന് ഇത്തരത്തിൽ തന്റെ ശരീരത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ശിവകാർത്തികേയന്റെ വിജയമാണെന്നാണ് ആളുകൾ പറയുന്നത്. ബോക്സ് ഓഫീസ് ലക്ഷ്യമിട്ടിരുന്ന ചിത്രങ്ങളാണ് ശിവകാർത്തികേയന്റെ മാർക്കറ്റ് കൂട്ടിയത്. സിനിമകൾ തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ വാങ്ങിയാലും കളക്ഷന്റെ കാര്യത്തിൽ പിന്നോട്ട് പോകാറില്ല. രജനീകാന്തിനും വിജയ്ക്കും ശേഷം കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും ലക്ഷ്യമിട്ട് സിനിമകൾ ചെയ്യുന്ന നടനാണ് ശിവകാർത്തികേയൻ. മറീന എന്ന ചിത്രത്തിലൂടെയാണ് ശിവകാർത്തികേയൻ നായകനായി വന്നത്. ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചതിന് അന്ന് നടന് കിട്ടിയ പ്രതിഫലം 10,000 രൂപയായിരുന്നുവെന്ന് ശിവകാർത്തികേയൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഒരു സിനിമ ചെയ്താൽ 25 കോടിക്കും 30 കോടിക്കും ഇടയിലാണ് താരം പ്രതിഫലം വാങ്ങുന്നതെന്നാണ് വിവരം. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ അയലാൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ നടൻ പ്രതിഫലമൊന്നും വാങ്ങിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ധാരാളം റിലീസിംഗ് പ്രതിസന്ധി നേരിട്ട ചിത്രം പുറത്തിറങ്ങിയാൽ മാത്രം മതി, തനിക്ക് പ്രതിഫലം വേണ്ട എന്ന് പറഞ്ഞ് ശമ്പളം ബഹിഷ്കരിച്ചതൊക്കെ അഭിമാനമാണെന്നായിരുന്നു തമിഴകത്തിന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.